Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. അതിൽ മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരു ആദ്യകാലത്തുള്ള ഒരു ശിഷ്യയാണ് മാലതി മാതാജി. അപ്പോൾ പ്രഭുപാദൻ മായാപ്പൂരും വൃന്ദാവനത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മാലതി മാജി ആയിരുന്നു പ്രഭുപാദിൻ്റെ കുക്കായിട്ട് കുറേ നാൾ ഉണ്ടായിരുന്നത്. അപ്പം മാജി ആ രീതിയിലുള്ള സാക്ഷാത്കാരങ്ങളാണ് പ്രഭുപാദൻ പറയുന്നത്. അപ്പോൾ ഒരു വട്ടം ശീല പ്രഭുപാദ് വൃന്ദാവന പരിക്രമം തൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരോടൊത്ത് വൃന്ദാവനത്തിൽ പരിക്രമത്തിന് വേണ്ടി പോയിരുന്നു. വിദേശത്തുനിന്ന് വന്ന ശിഷ്യന്മാരെയും അവർക്ക് വൃന്ദാവനം പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ശീല പ്രഭുപാദ് പോയിരുന്നു. അപ്പോൾ ഒരു സന്ദർഭത്തിൽ പ്രഭുപാദ് ഗോവർദ്ധനത്തിലെത്തിയപ്പം അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ ഇരുന്നു. അപ്പോൾ പ്രഭുപാദിന്റെ ഷെഡ്യൂൾ എവിടെയായാലും പ്രഭുപാദ് അത് തെറ്റിക്കാത്ത രീതിയിലാണ് പോകുന്നത്. ഇപ്പം ഉച്ചയ്ക്ക് മുമ്പ് ബോഡി ഓയിൽ വെച്ച് മസാജ് ചെയ്തിട്ട് പ്രഭുപാദ് കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമായിരുന്നു. അത് പ്രഭുപാദിന്റെ ഒരു ശീലമാണ്. അപ്പം ഇത് പരിക്രമനായാലും എവിടെ ആയാലും പ്രഭുപാദ് ആ ഒരു ഷെഡ്യൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അപ്പം പ്രഭുപാദ് അവിടെ റൂമിലേക്ക് പോയി ഓയിൽ മസാജ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം മാലതി മാജി ഇതെല്ലാം കൊണ്ടുവന്നായിരുന്നു. കയ്യിൽ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള ചപ്പാത്തി അരി ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഇത് കൊണ്ടുവന്നു. അപ്പം മാജി അവിടുത്തെ വരാന്തയിൽ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം കുക്ക് ചെയ്തു. പ്രഭുപാദ് കുളിച്ചു വന്നു. പ്രഭുപാദ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴത്തേന് മറ്റ് ഡിവോട്ടീസ് സന്യാസിമാരും ബ്രഹ്മചാരീസ് എല്ലാം അവിടെ വരാന്തയിൽ ഇരുന്ന് കഴിക്കാനായിട്ട് ഇരുന്നു. പ്രഭുപാദ് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് 2 നായ്ക്കൾ അവിടേക്ക് വന്നു. അവർ വന്നിട്ട് ഇവരെല്ലാം കണ്ടിട്ട് കുരയ്ക്കാനായിട്ട് തുടങ്ങി. അവർ നല്ല ഉറച്ച് കുരയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പം ശിഷ്യന്മാര് സന്യാസിമാരും ബ്രഹ്മചാരികളും അവരുടെ കയ്യിൽ ദണ്ഡും ഇതെല്ലാം ഉണ്ടല്ലോ. അവര് എഴുന്നേറ്റ് അതിനെ ഓടിക്കാനായിട്ട് വന്നു, അടിച്ചോടിക്കാനായിട്ട് വന്നു. അപ്പം എണ്ണിച്ചിങ്ങനെ വന്നപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു യു ഡോണ്ട് നോ ഹൂ ദേ ആർ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് ആ ഒരു ബോധത്തിലേക്ക് അവർ വരുന്നത്. നിങ്ങൾക്ക് അറിയില്ല ഇവരൊക്കെ ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ധാമത്തിലുള്ള ആ നായ്ക്കള് അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ഡ്യൂട്ടീസ് ആയിരിക്കും, എന്തെങ്കിലും ഫാൾ ഡൗൺ കാരണമായിരിക്കും അങ്ങനെ ഇത് വന്നത്. അപ്പൊ അതാണ് പ്രഭുപാദ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ മനസ്സിലായിട്ട് പ്രഭുപാദ് എന്താ ചെയ്തതെന്ന് വെച്ചാല് ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് മുറിച്ചിട്ട് ഒരു നായ്ക്ക് ഒരു ഹാഫ് ഇട്ട് കൊടുത്തു, മറ്റേ നായ്ക്ക് മറ്റേ ഇട്ട് കൊടുത്തിട്ട് ഹട്ടെന്ന് പറഞ്ഞു പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു. അപ്പൊ അത് കഴിച്ചിട്ട് അവർ പിന്നെ കുരയ്ക്കാതെ അവര് കഴിച്ചിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ മാലതി മാജി ഇങ്ങനെ ഈ പോയിന്റ് പറയുന്നു. എന്നിട്ട് വേറൊരു സന്ദർഭത്തിൽ മായാപ്പൂര് വെച്ച് ഡിവോട്ടീസ് ഈ നായ്ക്കളെ അടിക്കുന്നുണ്ടെന്ന് പ്രഭുപാദ് കേട്ടപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്ന ഡിവോട്ടീസിനെയാണ് നമ്മൾ അടിക്കേണ്ടതെന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് മാലതി മാജി അതിന്റെ സാക്ഷാത്കാരം ഇതായിട്ട് പറയുന്നതാണ്. പ്രഭുപാദ് ഒരു ഫാൾസ്ലി സിമ്പതറ്റിക് അല്ല എന്നുള്ള രീതിയിൽ പ്രഭുപാദ് മാലതി മാജി പറയാണ്. അതായത് മനുഷ്യരോട് കാരുണ്യം, മൃഗങ്ങളോട് കാരുണ്യം ഇല്ല, അങ്ങനെയുള്ളൊരു ഭാവം ഇല്ല പ്രഭുപാദിന്. എല്ലാ ജീവജാലങ്ങളോടും ആ ഒരു സ്നേഹവും കാരുണ്യവും ഉണ്ട്. അതേസമയം തന്നെ സെന്റിമെന്റലി സിമ്പതറ്റിക്കും അല്ല എന്ന് പറയുന്നുണ്ട്. നായെ പിടിച്ച് മടിയിലിരുത്തി തടവി കൊടുക്കുക, അങ്ങനത്തെ ഉള്ള ഓവറായിട്ടുള്ള ഇതും പ്രഭുപാദ് കാണിക്കുന്നത്. പ്രഭുപാദ് റിയൽ ആയിട്ട് സിമ്പതറ്റിക് ആണ് എന്നാണ് മാലതി മാജി പറയുന്നത്. റിയൽ സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരു ജീവാത്മാവിനും ഭഗവാനുമായിട്ടുള്ള ബന്ധം അത് മറന്നിരിക്കുന്നതുകൊണ്ടാണ് അതിന് എല്ലാവിധ പ്രശ്നങ്ങളും വരുന്നത്. അപ്പൊ എന്ത് കാര്യം ചെയ്താൽ ആ ബന്ധത്തെ ഉണർത്താൻ പറ്റുമോ അതാണ് പ്രഭുപാദ് ചെയ്യുന്നത്. അവിടെ ആ നായ്ക്കൾക്ക് 2 പ്രസാദം കൊടുത്തിട്ട് അവരോട് പോകാനും പറഞ്ഞു. അവര് കുരച്ചോട്ടെ എന്നുള്ള സെന്റിമെന്റലി സിമ്പതി ആയില്ല. അതേസമയം മനുഷ്യരോട് മാത്രം സ്നേഹം, നായ്ക്കളോട് സ്നേഹം ഇല്ലാതെ ഇരുന്നില്ല. അവർക്ക് പ്രസാദവും കൊടുത്തു, അതേസമയം അവരെ കൂടുതലായിട്ട് ഉള്ളിൽ നിർത്താതെ അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പം അത് ഒരു പരിശുദ്ധ ഭക്തന്റെ ലക്ഷണമായിട്ട് മാലതി മാജി
പറയുന്നു. ഓവറായിട്ടുള്ള സെന്റിമെന്റൽ സിമ്പതി ഇല്ല, പക്ഷെ അതേസമയം തന്നെ ഫാൾസ് ആയിട്ടുള്ള സിമ്പതി ഇല്ല. റിയൽ ആയിട്ടുള്ള സിമ്പതിയാണ് എല്ലാ ജീവജാലങ്ങളോടും ഉള്ളത് എന്നുള്ളത് മാലതി മാജി ആ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരുന്നു.